ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷ് ആയിട്ടാണ്. പിന്നെ ഈസിയാണ്, സിമ്പിളാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാൽ ഫ്രൈ, നമ്മളെ നാട്ടിലാണെങ്കിൽ പരിപ്പ് കറി എന്നും പറയുന്ന ഈ ഡാൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുന്നായിട്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കഴുകി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളകും കീറിയിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക. 4 വിസിൽ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പരിപ്പ് ഇവിടെ സൂപ്പറായി വെന്തിട്ടുണ്ട്. തക്കാളിയും പരിപ്പും ഒക്കെ അടിപൊളിയായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് അതൊന്ന് ഇളക്കി ഇതാക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് വേണ്ട വറവിട്ട് കൊടുക്കുക. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഓയിലാണ് യൂസ് ചെയ്യുക. നമ്മൾ കേരളക്കാരാണല്ലേ വെളിച്ചെണ്ണ അധികമായിട്ട് യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് പോയാൽ വെളിച്ചെണ്ണയ്ക്ക് പകരം എല്ലാവരും ഓയിലേക്കാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. കടുക് നല്ല പോലെ പൊട്ടി വരുമ്പോൾ ചെറിയ ജീരകമല്ലേ, നല്ല ജീരകം, അതും കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അവരൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം നമുക്ക് ചെറിയ ജീരകം. അത് ചേർത്താലുള്ളൂ ഈ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കടുകും നല്ല ജീരകവും ഒന്ന് നല്ല പോലെ പൊട്ടി നല്ല ജീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കറിവേപ്പിലയും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മളെ കറിയിലോട്ട് ഈ വറവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മളെ കറി പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ വേറെ എന്ത് വേണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട. ലഞ്ചിനും അതേപോലെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.